ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പാക്കറ്റ് ട്രേസർ ഉപയോഗിച്ചിട്ട് ഒരു സിസ്കോ CME കോൺഫിഗറേഷൻ, അതായത് IP ഫോൺ എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു സിസ്കോ ISR റൗട്ടറാണ്. സാധാരണ നമുക്ക് പാക്കറ്റ് ട്രേസറിൽ പല തരത്തിലുള്ള റൗട്ടേഴ്സ് കാണാൻ പറ്റും. 1841, 2911 അങ്ങനെ പല റൗട്ടേഴ്സും കാണാൻ പറ്റും. അതിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് ISR റൗട്ടേഴ്സാണ്, അതായത് ISR ഫീച്ചേഴ്സ് ഉള്ള റൗട്ടേഴ്സാണ്. വോയിസിന്റെ ഫീച്ചേഴ്സ് കോൺഫിഗർ ചെയ്യാൻ പറ്റിയ റൗട്ടേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇവിടെ അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സിസ്കോ 2811 എന്ന് പറയുന്ന ISR റൗട്ടറാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ആ ഒരു റൗട്ടറിൽ മാത്രമാണ് ISR ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ടെലിഫോൺ അതിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ടെലിഫോൺ കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് സ്വിച്ചും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫോൺസും PC നമുക്ക് ആഡ് ചെയ്യാം. IP ടെലിഫോണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലൊരു PC പോർട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് PC കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നെറ്റ്വർക്ക് നേരെ ഫോണിലേക്കും ഫോണിൽ നിന്ന് നമുക്ക് PCയിലേക്കും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് VLAN ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് നെറ്റ്വർക്കായിട്ട് ടാഗ് ചെയ്യാനും പറ്റും. ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. VLAN അത്തരമുള്ള കാര്യങ്ങൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ നമുക്ക് ആവശ്യമുള്ള ടെലിഫോൺസും PC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഓഡിയോ സെറ്റിംഗ്സ് ഇനേബിൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ടെലിഫോൺ റിങ് ചെയ്യണതിന്റെ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ഓപ്ഷൻസിന്റെ അകത്ത് നമുക്ക് പ്രിഫറൻസിൽ പ്ലേ സൗണ്ട് എന്നുള്ളത് ഇനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ പ്ലേ ടെലിഫോണി സൗണ്ട് അതും ഇനേബിൾ ചെയ്യാം. നമുക്ക് പോർട്ടും മറ്റു കാര്യങ്ങളുടെയും ലേബൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഷോ പോർട്ട് ലേബൽസ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്യാം. ഞാനിവിടെ ഇത് 3 ഇനേബിൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്ലോസ് ചെയ്യാം. ഈ പ്ലേ സൗണ്ട്സ് നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ തവണയും നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ഒരു എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിഫറൻസിൻ്റെ അകത്ത് പ്ലേ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ അൺടിക്ക് ചെയ്തിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മൾ ഓരോ മൂവ്മെൻറ്റും ഓരോ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നോയ്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം അത് ഒഴിവാക്കിയാണ്. ഞാൻ മറ്റ് 2 ഓപ്ഷൻസ് മാത്രമാണ് ഉപയോഗിക്കണുള്ളൂ. ഇവിടെ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് റൗട്ടറിൽ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഇൻ്റർഫേസിന് ഒരു 2 സബ് ഇൻ്റർഫേസുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. 2 സബ് ഇൻ്റർഫേസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ഇൻ്റർഫേസിനെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ സബ് ഇൻ്റർഫേസുകളാക്കാൻ പറ്റും. അങ്ങനെ സബ് ഇൻ്റർഫേസുകളാക്കിയിട്ട് അതിന് IP ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓരോ VLAN അനുസരിച്ചിട്ടാണ് IP സെറ്റ് ചെയ്യണത്. അപ്പം ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ സബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തേക്കുന്നത് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/0 നമ്മൾ നെറ്റ്വർക്ക് ഓൾറെഡി കണക്ട് ചെയ്തേക്കുന്നത്. അതിന് സബ് ഇൻ്റർഫേസിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് .1 എക്സ്ട്രാ ഒരു .1 ഇട്ട് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ആവും. അതിനുശേഷം നമ്മൾ VLAN സെറ്റിങ്സ് ആഡ് ചെയ്യണം. VLAN സെറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻക്യാപ്സുലേഷൻ .1q. അത് കഴിഞ്ഞിട്ട് ഏതാണോ VLAN ID നമുക്ക് വോയിസിനും ഡാറ്റയ്ക്കും സെപ്പറേറ്റ് VLAN ID ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് VLANs ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് 10 എന്ന് പറയുന്നത് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും 11 എന്ന് പറയുന്നത് വോയിസിനും വേണ്ടിയിട്ടാണ്. ഞാൻ ഫസ്റ്റ് VLAN ID 10 ആണ് കൊടുക്കുന്നത്. ഈ 10 തന്നെ നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും. സെയിം VLAN ID നമുക്ക് മൾട്ടിപ്പിൾ സ്ഥലത്ത് ഉപയോഗിച്ചാൽ മാത്രമാണ് അതിൻ്റെ കോൺഫിഗറേഷൻ, അതായത് അതിൻ്റെ അകത്തുനിന്നുള്ള IP DHCPയും കാര്യങ്ങളും ലീസായിട്ട് നമുക്ക് നെറ്റ്വർക്കിൽ അവൈലബിൾ ആവുള്ളൂ. ഇവിടെ ഞാൻ 10 കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ 10 സീരീസിൽ ഒരു IPയും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് റൗട്ടറിന് വേണ്ടിയിട്ട്. അതിനുശേഷം IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും കൊടുക്കണം. ഇതേ സെയിം സെറ്റിങ്സ് തന്നെ ഞാൻ വോയിസിന് വേണ്ടിയിട്ട് സബ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സബ് ഇൻ്റർഫേസ് 2 ആണ്. അതേപോലെ തന്നെ VLAN എന്ന് പറയുന്നത് 11 ആണ്. അതിനുശേഷം അതിൻ്റെ 11 സീരീസിലെ ഒരു IP ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് 2 ഇൻ്റർഫേസിലും 2 സീരീസ് ഓഫ് IPയും 2 ഡിഫറെൻറ്റ് VLANസും ആണ് കോൺഫിഗർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിനു വേണ്ടിയിട്ട് നമുക്ക് DHCP സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓട്ടോമാറ്റിക് IP റൗട്ടറിൽ നിന്ന് തന്നെ ലീസ് ചെയ്യാൻ വേണമെങ്കിലുള്ള DHCP പൂൾസ് സെറ്റ് ചെയ്യണം. അപ്പം വോയിസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് DHCPയും ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് DHCPയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വോയിസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന DHCPയിൽ മാത്രം കുറച്ച് സെറ്റിങ്സും മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള DHCP ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നെറ്റ്വർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡിഫോൾട്ട് ഗേറ്റ്വേ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ DNS സെർവർ. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഡാറ്റ പൂളിന് വേണ്ടിയിട്ടുള്ള DHCPയിൽ ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അടുത്തത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വോയിസിന് വേണ്ടിയിട്ടുള്ള DHCP ഞാൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
വോയിസിന് വേണ്ടിയിട്ടുള്ള DHCPയിൽ നമുക്ക് നെറ്റ്വർക്ക് പൂള് അതേപോലെ തന്നെ ഡിഫോൾട്ട് ഗേറ്റ്വേയും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ DNS സെറ്റ് ചെയ്യണം. ഇത് കൂടാണ്ട് നമുക്ക് DHCPയുടെ അകത്തുനിന്നാണ് നമ്മുടെ കോൺഫിഗറേഷൻ ഫയൽ പ്രൊവിഷനിങ് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ റൗട്ടറിന്റെ മെയിൻ സെർവർ ആണ് സാധാരണ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊവിഷനിങ് ചെയ്യേണ്ടത് വോയിസ് ആണ്. അതിനു മുമ്പ് TFTP എനേബിൾ ചെയ്യാൻ വേണ്ടി കോൺഫിഗർ ചെയ്യണം. നമ്മൾ സെപ്പറേറ്റ് VLANs എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കണം. ഓപ്ഷൻ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുക. എന്നിരുന്നാൽ മാത്രമാണ് TFTPക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 150 ആണ്. അതിനുശേഷം IP ഏതാണോ TFTP സെർവറിന്റെ IP അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ റൗട്ടറിന്റെ ബേസിക് കോൺഫിഗറേഷൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നോക്കേണ്ടത് നെറ്റ്വർക്ക് സ്വിച്ച്. അതിൽ VLAN ക്രിയേറ്റ് ചെയ്ത് VLAN ടാഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ സ്വിച്ച് ഓപ്പൺ ചെയ്തു. ഇനേബിൾ മോഡിൽ ചെന്ന് അതിനുശേഷം കോൺഫിഗർ ടെർമിനലിൽ ചെല്ലാം. സാധാരണ നമ്മൾ കോൺഫിഗർ ടെർമിനലിലാണ് എല്ലാ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഫാസ്റ്റ് ഇഥർനെറ്റ് FA/01 ആണ് നമ്മൾ റൗട്ടറിൽ നിന്ന് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിനെ നമ്മൾ ട്രങ്ക് മോഡായിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ടത്. കാരണം 2 VLAN ഉണ്ട് നമുക്ക്. അപ്പം 2 VLAനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോർട്ട് എന്ന് പറയുന്നത് ട്രങ്ക് മോഡായിട്ട് കോൺഫിഗർ ചെയ്താൽ മാത്രമാണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. റൗട്ടറിൽ നിന്ന് സ്വിച്ചിലേക്ക് കൊടുക്കുന്ന പോർട്ടിനെ ട്രങ്ക് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ഈ എല്ലാ കമാൻഡ്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്വിച്ചിന്റെ പോർട്ട് ആക്റ്റീവ് ആവുന്നത് കാണാൻ പറ്റും. അതിനുശേഷം സെക്കൻഡ് പോർട്ട് എടുത്തിട്ട് ഞാൻ കോൺഫിഗർ ചെയ്യാൻ നോക്കുകയാണ്. സെക്കൻഡ് പോർട്ട് ഞാൻ കോൺഫിഗർ ചെയ്യാൻ പോണ്. അതിനു മുമ്പ് നമുക്ക് കോൺഫിഗർ ചെയ്യേണ്ടത് നമുക്ക് VLAN കോൺഫിഗർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് VLAN ക്രിയേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സെയിം VLAN ID വേണം ഇവിടെയും യൂസ് ചെയ്യാൻ. നമ്മൾ റൗട്ടറിൽ ഉപയോഗിച്ചിരുന്ന സെയിം VLAN ID വേണം ഇവിടെയും യൂസ് ചെയ്യാൻ. ആദ്യം ഞാൻ VLAN ക്രിയേറ്റ് ചെയ്യണം. സാധാരണ രീതിയിൽ സ്വിച്ചിന്റെ VLAN കോൺഫിഗർ ചെയ്തിട്ടാണ് നമ്മൾ റൗട്ടറിൽ VLAN സെറ്റ് ചെയ്യണത്. അല്ലെങ്കിൽ സെയിം VLAN തന്നെ വേണം രണ്ടിലും ഉപയോഗിക്കാൻ. ഇവിടെ ഞാൻ സെയിം VLAN ID ആണ് ഉപയോഗിക്കുന്നത്. VLAN 10 എന്ന് പറയുന്നത് ഡാറ്റയ്ക്കും VLAN 11 എന്ന് പറയുന്നത് വോയിസിനും വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. VLAN ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനത് ഓരോ പോർട്ടിന് വേണ്ടിയിട്ടും അലോക്കേറ്റ് ചെയ്യണം. നമുക്ക് ഒരു പോർട്ടിൽ തന്നെ 2 ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് വോയിസ് ടാഗിങ്ങും ഡാറ്റ VLAനും ഒരുമിച്ച് നമുക്ക് ഒരു പോർട്ടിന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ആക്സസ് VLAN എന്ന് പറയുന്നത് എപ്പോഴും ഡാറ്റയുടെയും വോയിസ് VLAN എന്ന് പറയുന്നത് എപ്പോഴും വോയിസിന്റെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോർട്ടിൽ നിന്ന് തന്നെ 2 VLAN അലോക്കേറ്റ് ആയി കിട്ടും. അതായത് നമ്മൾ ഫോൺ ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ ഫോണിന് ഓട്ടോമാറ്റിക് തന്നെ അത് വോയിസ് VLAN ടാഗ് ആവുകയും PCക്ക് ഓട്ടോമാറ്റിക് ഡാറ്റ VLAN ടാഗ് ആവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അങ്ങനെ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ആക്സസ് VLAN എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ VLAN നമ്പറും വോയിസിന് വോയിസ് VLAN നമ്പറുമാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇപ്പം ഞാൻ കോൺഫിഗർ ചെയ്യുന്നത്. സ്വിച്ച് പോർട്ട് ആക്സസ് VLAN നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ VLAN ആണ് സെറ്റ് ആവുന്നത്. അതേപോലെ തന്നെ സ്വിച്ച് പോർട്ട് വോയിസ് VLAN ഏതാണോ വോയിസ് VLAN നമ്പർ അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോയിസിന് VLAN സെപ്പറേറ്റ് സെറ്റ് ആവാൻ ചെയ്യണം. നമുക്ക് ഇനി ഇവിടെ PCയിൽ ചെക്ക് ചെയ്ത് നോക്കാം. DHCP ആക്കി കഴിയുമ്പോൾ നമുക്ക് IP ഓട്ടോമാറ്റിക്കലി കിട്ടണ കാണാൻ പറ്റും. സാധാരണ ഇതിൽ ഒരു അല്പം സമയം എടുക്കും കോൺഫിഗറേഷൻ അപ്ഡേറ്റ് ആവാൻ. നമ്മുടെ IP ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓരോ ഫോണിനും അതിന്റെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്താൽ മാത്രമാണ് ഫോൺ പവർ അപ്പ് ആവുള്ളൂ. അതുപോലെ തന്നെ ഫോണിന്റെ അകത്ത് നിന്ന് തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു PC പോർട്ടും കൂടി അവൈലബിൾ ആയിരിക്കും. ഈ PC പോർട്ട് ഉപയോഗിച്ച് നമുക്ക് PC കണക്ട് ചെയ്യാനും പറ്റും. അതായത് ഈ PC പോർട്ടിൽ നിന്ന് നമുക്ക് ഒരു കേബിൾ എടുത്ത് PC കണക്ട് ചെയ്യാൻ പറ്റും. നേരെ നെറ്റ്വർക്ക് കേബിളിൽ നിന്ന് ഫോണിലേക്കും ഫോണിൽ നിന്ന് PCയിലേക്കും കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അത്തരത്തിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 VLAN സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. അതായത് ഫോണിന് വോയിസ് VLAനും PCക്ക് ഡാറ്റ VLAനും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഞാൻ ഫോൺസ് ഒക്കെ പവർ അപ്പ് ചെയ്തു. ഞാൻ ബാക്കിയുള്ള ഇന്റർഫേസും കൂടിയും കോൺഫിഗറേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണക്ട് ചെയ്ത എല്ലാ പോർട്ടുകളും കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാത്തിനെയും IP ഓട്ടോമാറ്റിക് ആക്കണം. ഫോണിന്റെ ബൈ ഡിഫോൾട്ട് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. നമുക്കിവിടെ IP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ IP കിട്ടിയിട്ടുണ്ട്. ഫോണിന്റെ അകത്തും IP കിട്ടിയതായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനിയാണ് നമുക്ക് ടെലിഫോൺ സെറ്റിങ്സ്, അതായത് IP ഫോണിന് വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻ നമ്മൾ നമ്മുടെ ISR റൗട്ടറിൽ ചെയ്യാൻ പോണത്. അതിനു വേണ്ടിയിട്ട് കോൺഫിഗ് മോഡിൽ നിന്ന് തന്നെ ടെലിഫോണിക് സർവീസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്യണത് ഓട്ടോ നമ്പറിംഗ് ആണ് സെറ്റ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഓട്ടോ അസൈൻ നമ്പർ ഏതാന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മാക്സിമം ഡയറക്ടറി നമ്പർ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം മാക്സിമം ടെലഫോൺസ് ഫോൺ നമ്പർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം ഫോൺ സപ്പോർട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ റൗട്ടറിൽ ഡിഫോൾട്ടായിട്ട് 42
ടെലിഫോൺസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ മാക്സിമം സപ്പോർട്ട് എന്ന് പറയുന്നത് 42 ആയിട്ട് കാണിക്കുന്നത്. അത് നമ്മൾ 42 വേണമെന്നുണ്ടെങ്കിൽ 42 സെറ്റ് ചെയ്യാം. ഞാനിവിടെ 10 ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 10 സെറ്റ് ചെയ്തു. ഇനി അടുത്തത് IP. നമുക്കൊരു ഇതിൻ്റെ കോൺഫിഗറേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഏതാണോ നമ്മുടെ സെർവർ, CME സെർവർ, അതിൻ്റെ IPയും അതേപോലെ തന്നെ അതിൻ്റെ പോർട്ടും ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ. അപ്പോൾ ഞാൻ ഈ സെർവർ, ഈ ഒരു റൗട്ടർ തന്നെയാണ് നമ്മുടെ CME സെർവർ. അതുകൊണ്ട് തന്നെ ഈ ഒരു IP ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പോർട്ടുകൾ നമുക്ക് ആ പോർട്ട് റേഞ്ച് യൂസ് ചെയ്യാം. ഞാനിവിടെ 5060 എന്ന് പറയുന്ന സിപ്പ് പോർട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പോർട്ട് കൊടുക്കാം. 2000 വേണമെന്നുണ്ടെങ്കിൽ 2000 കൊടുക്കാം. അതൊക്കെ ഓട്ടോ പ്രൊവിഷനിങ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഓട്ടോമാറ്റിക് എടുത്തോളും. ഞാനൊരു സ്റ്റാൻഡേർഡ് പോർട്ടായ 5060 തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എക്സിറ്റ് അടിക്കാം. നമ്മുടെ ടെലിഫോൺ സർവീസ് കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ IP ഫോൺ കോൺഫിഗർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഫോൺ, അതായത് ഓരോ ഫോണിന് നമ്മൾ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫോൺ അടിക്കാം. ഈ ഫോൺ -DN, ദെൻ ഫസ്റ്റ് നമ്പർ, അതിൻ്റെ ഫോൺ നമ്പറാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അതിൻ്റെ നമ്പർ സെറ്റ് ചെയ്തു ഫസ്റ്റ് ഫോൺ. അതേപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്പർ, അതാണ് 1000 നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഫോൺ സെറ്റ് ചെയ്തു. അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്പർ 1001 ആണ് സെറ്റ് ചെയ്യണത്. എക്സിറ്റ് അടിക്കാം. റൗട്ടർ കോൺഫിഗറേഷൻ കഴിഞ്ഞു. CMI കോൺഫിഗറേഷൻ നമ്മുടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അത് നമുക്ക് എങ്ങനെയാണ് ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്യണമെന്നുള്ളത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഫോണിൻ്റെ അഡാപ്റ്റർ റിമൂവ് ചെയ്ത് ഒന്നുകൂടി റീകണക്ട് ചെയ്താൽ മതി. അപ്പോൾ റീലോഡായി വരുന്നത് കാണാൻ പറ്റും. ഫോൺ റീലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സാധാരണ രീതിയിൽ അല്പസമയം എടുക്കും അതിൻ്റെ കോൺഫിഗറേഷൻ ലോഡ് ചെയ്ത് വരാൻ. അത് നിങ്ങളുടെ PCയുടെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് പലപ്പോഴും ഇരിക്കുന്നത്. നമുക്ക് IP എടുത്തതും ഗേറ്റും എടുത്തതും കാണാൻ പറ്റുന്നുണ്ട്. അത് കോൺഫിഗർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈൻ നമ്പറും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മുടെ IPയും എടുത്തു, ലൈൻ നമ്പറും എടുത്തത് കാണാൻ പറ്റി. ഇവിടെ അതേപോലെ തന്നെ ലൈൻ നമ്പറും IP ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ വിളിക്കാം. ഞാൻ 2 ഫോൺ ഓപ്പൺ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ റിസീവർ മാറ്റിയതിന് ശേഷം നമുക്ക് ഡയൽ ചെയ്യാം. റിങ് ചെയ്യണത് ഇപ്പോൾ കേൾക്കാൻ പറ്റും നമുക്ക്. നമുക്കത് ആൻസർ ചെയ്യാം. അല്ല, തിരിച്ചും ഇവിടെ നിന്ന് തിരിച്ചും നമുക്ക് ഡയൽ ചെയ്യാൻ പറ്റും. റിസീവർ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ എക്സ്റ്റൻഷൻ നമ്പറിലേക്ക് ഡയൽ ചെയ്താൽ ഇപ്പോൾ റിങ് ചെയ്യുന്നത് കാണാൻ പറ്റും. CME ബേസിക് കോൺഫിഗറേഷൻ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള VLAN കോൺഫിഗറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ IP സെറ്റ് ചെയ്യാൻ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾക്കാണ് ഇത് എളുപ്പമായിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ കോൺഫിഗറേഷൻ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. അതായത് ഇനേബിൾ മോഡിൽ നിന്ന് റൈറ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്താലാണ് അത് സേവ് ആവുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോൺഫിഗറേഷൻ മോഡിൽ നിന്നും ഇതേ സെയിം കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡു സ്പേസ് റൈറ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്താൽ മതി. ആ കോൺഫിഗറേഷൻ സേവ് ആകും.